ഇത് 2009 ടാറ്റ ഇൻഡിക്ക ക്വാർട്ടർ ജെറ്റാണ്. പേപ്പറെല്ലാം ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇത് 2006 ഓട്ടോമാറ്റിക് സിവിക്ക് പെട്രോള്, സെക്കൻഡ് ഓണറാണ്. ഇത് 2007 സാൻഡ്രോ എക്സോ 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, റിയർ വൈപ്പർ വരുന്ന വണ്ടിയാണ്. ഇത് 2012 വെർണ ഡീസൽ SX ഫുൾ ഓപ്ഷൻ. ഇത് 2010 ബീറ്റ് പെട്രോൾ LT ഫുൾ ഓപ്ഷൻ. ഇത് 2013 ഫോർഡ് ഫിഗോ, നിലവിൽ സെക്കൻഡ് ഓണറാണ്. 92,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസുകളൊന്നുമില്ല. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിയർ ടോൾ ജംഗ്ഷൻ തിരുവല്ലം എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കുന്നത്. അതായത് തിരുവല്ലം ടോളിൻ്റെ തൊട്ട് ഇപ്പുറത്തോട്ട് മാറി സൂപ്പർ ഡ്രൈവ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. ചെറിയ കാറും അല്പം നല്ല ക്വാളിറ്റിയുള്ള വലിയ കാറുകളും കിടക്കുന്ന ഒരു നല്ല ഷോപ്പാണ്. ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് വണ്ടികൾ, ഒരു 10-12 വണ്ടിയെ കാണത്തുള്ളൂ. പക്ഷേ എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളാണ്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. നമ്മൾ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. അടുത്ത പുതിയ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ഇത് 2012 Volkswagen വെൻഡോ ഡീസൽ ഹൈലൈൻ, 4 പുതിയ ടയർ, പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. തേർഡ് ഓണറാണ് വണ്ടി ഇപ്പം നിലവിൽ. ഇൻറ്റീരിയറെല്ലാം നീറ്റാണ്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഡീസലാണ്. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളുള്ള വണ്ടിയാണ്. എത്ര ഇത് ഓടിയേ? ഇത് ഓടിയിരിക്കുന്നത് 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ തേർഡ് ഓണറാണ്. 90 ആയിട്ടുള്ളൂ. 4 ടയർസ് പുതിയതാണ്. ഇൻഷുറൻസ് പുതിയതാണ്. റീപ്ലേസ് ഒന്നുമില്ല. ടയറെല്ലാം പുതിയ ടയറെല്ലാം പുതിയതാണ്. ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 3.2 ആണ്. നെഗോഷ്യബിൾ ആണ്. 3.2 എന്നാലും കുറയും. അതെ. എത്ര രൂപ നമുക്ക് ഫൈനാൻസ് വേണമെങ്കിൽ ഫൈനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണ്? എത്ര രൂപ ഇറക്കാൻ പറ്റും? നമുക്കിന്ന് ഒരു 2.5 ലക്ഷം രൂപ നമുക്ക് ഫൈനാൻസ് ചെയ്യാം. ഒരു 60,000 രൂപ ഇറങ്ങാം. ബാക്കി ഒരു 60,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി അപാകതകൾ കാര്യങ്ങളൊന്നും വേറെ ഒന്നുമില്ല. ഓട്ടിക്കാനൊക്കെ കൊള്ളാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. AC കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. വേരിയൻ്റ് ഏതാ? വേരിയൻ്റ് ഇത് ഹൈലൈനാണ്. ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. വെൻഡോയിലുള്ള ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ഹൈലൈൻ എന്ന് പറയും. ഇത് 2015 ഹോണ്ട അമേസ് ഡീസലാണ്. ട്രിവാൻഡ്രം രജിസ്ട്രേഷനാണ്. സിംഗിൾ ഓണറാണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ടയർസ് അല്ലേ? സെക്കൻഡോ തേർഡോ? ഓപ്ഷൻ ടയർസൊക്കെ സെക്കൻഡ് ടയർ ആയിട്ടിരിക്കുന്നത്. രണ്ടാമത് മാറിയിട്ടുണ്ട്. ടയർസൊക്കെ ഉണ്ട് അത്യാവശ്യം. IDV വാല്യൂ ഏകദേശം 4 ലക്ഷം രൂപയ്ക്ക് പുറത്ത് IDV വാല്യൂ ഉണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ബാക്കിലത്തെ ഗ്ലാസ് ടെയിൽ ലൈറ്റ് ചെറുതായിട്ടൊന്ന് ക്രാക്ക് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഓടിക്കാനൊക്കെ വേറെ കുഴപ്പമൊന്നുമില്ല. AC ഒക്കെ പെർഫെക്റ്റ് ആണ്. 4 ഡോർ പവർ വിൻഡോ ആണല്ലേ? അതെ, 4 ഡോർ പവറിൻ്റെ വരുന്നത്. ഇത് ബേസ് മോഡലാണ് വരുന്നത്. അമേസിൽ ബേസ് മോഡലാണ്. അതെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവറിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറിയൊരു ടച്ച് ആൻഡ് പോളിഷിൻ്റെ ഒരു ഇതുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. എല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ്. എല്ലാം 2015 ഗ്ലാസ് കാര്യങ്ങൾ തന്നെയാണ് കിടക്കുന്നത്. ഈ ടയർ മൊട്ടയാണ്. ഈ ഒരു ടയർ കുറവാണ്. ബാക്കി നമുക്ക് നോക്കാം. അതിനുള്ള പ്രൈസ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലും കുറച്ച് നെഗോഷിയേറ്റ് ചെയ്യാം. നമുക്ക് ഫൈനാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് ഒരു 50-60 രൂപ ചെയ്യാം. നമുക്ക് ഉറപ്പാട് ചെയ്യാം. ഇത് 2012 വെർണ ഡീസൽ SX ഫുൾ ഓപ്ഷൻ, സിംഗിൾ ഓണറാണ്. 95,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ടയേഴ്സ് എല്ലാം പുതിയതാണ്. ടയേഴ്സ് എല്ലാം പുതിയതാണ്. ഇൻറ്റീരിയർ എല്ലാം അത്യാവശ്യം കൊള്ളാം. റീപ്ലേസുകളൊന്നുമില്ല. എന്ത് ഓടിയിട്ടുണ്ട്? 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ അലോയ്സ് ഡീസലാണ്. അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. നല്ല പുള്ളിങ് ഉള്ള വണ്ടിയാണ്. ഒരു 18-20 കിട്ടും. ഉറപ്പായിട്ട് കിട്ടും. പിന്നെ അലോയ്സൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് കയറ്റിയതാ? സെപ്പറേറ്റ് ആണ്. കമ്പനി അലോയല്ല, സെപ്പറേറ്റ് അലോയാണ്. ടയേഴ്സൊക്കെ കൊള്ളാം. ഇൻഷുറൻസ് പേപ്പേഴ്സൊക്കെ വാലിഡ് ആണ്. കുഴപ്പമൊന്നുമില്ല. ഇതും നമുക്ക് ഫൈനാൻസ് ഒക്കെ ചെയ്ത് കൊടുക്കും. റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 4 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. ഇത് 4 തന്നെ? 4 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. ഇതിൻ്റെയും ഫൈനാൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ വരുത്താം. 5 വർഷം വരെയൊക്കെ ലോൺ സൗകര്യം ഉണ്ടല്ലോ. ഇത് നമുക്ക് ഒരു 4 ഇയേഴ്സ് വരെയൊക്കെ ചെയ്യാം. 4 വർഷം വരെയൊക്കെ ചെയ്യാം. 4 വർഷം. അതെ. ട്രിവാൻഡ്രം രജിസ്ട്രേഷനാണ്. 01 സിംഗിൾ ഓണർ. ഇത് 2010 ബീറ്റ് പെട്രോൾ LT ഫുൾ ഓപ്ഷൻ,
സെക്കൻഡ് ഓണറാണ് നിലവിൽ. 56,000-57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണറാണ്. ഓട്ടോ ഒക്കെ ജെനുവിനാണേ? ജെനുവിനാ ഒക്കെ ജെനുവിനാ. അത് ഇൻറ്റീരിയർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. വണ്ടി കാണാൻ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, 4 door പവറിൻ്റെ ആണ്. അതെ, 4 door പവർ ഉണ്ട്. AC 4 സ്റ്റിയറിംഗ്, കമ്പനി മ്യൂസിക് സിസ്റ്റം വരും. ഈ കമ്പനി വന്ന അതേ സീറ്റ് തന്നെ അല്ലേ? അതെ, സെയിം സീറ്റാ. സീറ്റ് കവേഴ്സ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ചെയ്തിട്ടില്ല. സീറ്റ് കവേഴ്സ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ടയേഴ്സൊക്കെ ആവറേജ് ആണ്. ഓക്കെ. ഇതിൻ്റെ ഡോറൊക്കെ നല്ല ടൈറ്റ് ആണല്ലോ. അത് ഉപയോഗിക്കാതെ ഇരുന്നിട്ടുള്ള അതിൻ്റെ ടൈറ്റ് ആണല്ലോ. അതെ, വണ്ടി നമ്മൾ ഫുൾ പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കത്തുള്ളൂ. നല്ല ടയേഴ്സ് ആണ് പോകുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല, എല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ്. ഷെവർലെറ്റ് വണ്ടികൾക്ക് ചെറിയ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ പറയും. ഇതിനകത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡീസലിലാണ് ചെറിയ ടെർബോ കംപ്ലൈൻറ്റ്സ് ഒക്കെ വരാറുള്ളത്. ഇത് പെട്രോളാണ്. അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ല വണ്ടിയാണ്. ഇത് മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജ് ഒക്കെ ഒരു 14-15 റേഞ്ചിൽ. ഈ പെട്രോൾ വണ്ടി എന്ന് പറയുമ്പോൾ ഇതിന് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ? ഇല്ല. അത് സാധാരണ ഡീസലിലാണ് ഈ ടർബോ കംപ്ലൈൻറ്റ്, ഈ പമ്പ് കംപ്ലൈൻ്റ് ഒക്കെ വരുന്നത്. ഇതിന് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ അത് നല്ല വണ്ടിയാണ്. കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലെങ്കിൽ ഡീസൽ നല്ല വണ്ടികളാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല മൈലേജ് കിട്ടുന്ന വണ്ടികൾ തന്നെയാണ്. ചോദ്യം എത്ര? ഇതിന് നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,20,000 രൂപയാണ്. ഏതായാലും മോഡൽ ഏതായാലും 2010. അപ്പം ലോൺ സൗകര്യം ലോൺ സൗകര്യം ഇല്ല. ഇത് പേയ്മെന്റ് ചെയ്യണം. അതെ. ഇത് 2007 സാൻഡ്രോ എക്സോ 4 door പവർ വിൻഡോ, AC 4 സ്റ്റിയറിംഗ്, റിയർ വൈപ്പർ വരുന്ന വണ്ടിയാണ്. നിലവിൽ സെക്കൻഡ് ഓണറാണ്. 1,00,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. 2028 വരെ പേപ്പേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു ലോ ബഡ്ജറ്റ് വെഹിക്കിളാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 90,000 രൂപയാണ്. 90,000. അതെ. ഇത് ഏതാ വർഷം? ഏതാ? 2007. ഇതിന്റെ സീറ്റ് കവർ മോശമാണല്ലോ കേട്ടോ. സീറ്റ് അതിന്റെ പഴക്കത്തിൻ്റെതായ ചെറിയ. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇത് അടിച്ചു കൊടുക്കുമോ അതോ ഈ കണ്ടീഷനിലാണ്? അല്ല, നമ്മൾ പ്രൈസ് അതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. പ്രൈസിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാം. വന്ന് വണ്ടി കണ്ടിട്ട്. നല്ല രീതിയിൽ വൃത്തിയായിട്ടിരിക്കുക. വണ്ടി നീറ്റ് വണ്ടിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. 2007 വണ്ടിയും കൂടിയാണ്. ടയറും കൊള്ളാം. ഡാർക്ക് ബ്ലൂ ആണല്ലേ? ഡാർക്ക് ബ്ലൂ ആണ്. അതെ, ഒറ്റയടി കണ്ട ബ്ലാക്ക് പോലെ ഡാർക്ക് ബ്ലൂ. ചെറിയ ടച്ച് ആൻഡ് പോളിഷ് പരിപാടികളൊക്കെ, ചെറിയൊരു പോളിഷൊക്കെ ഉണ്ട്. അതെങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കൂ? നമ്മളത് നെഗോഷിയേറ്റ് ചെയ്യാൻ, വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. നോക്കാം, ഒന്ന് കണ്ടിട്ട് അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. റീപ്ലേസ് വല്ലതും ഉണ്ടോ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് അല്ലാതെ ഈ ബമ്പർ ബോണറ്റ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല. അങ്ങനത്തെ വേറെ ഒന്നുമില്ല. വേറെ ഒന്നുമില്ല. 90 രൂപ അല്ലേ? അതെ. ഇത് 2024 ക്രെറ്റ എസ് വേരിയൻ്റ് ആണ്. 3,900 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. 3,900? അതെ, അത്ര ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസാണ്. അണ്ടർ വാറണ്ടിയാണ് സ്റ്റിൽ വണ്ടി. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. വെറും 3,900 ഓടിയിട്ടുണ്ട്. ഡാഷ് ക്യാം ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സബ് വൂഫർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അത് എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്. അതെ, 6 ഗിയറാണ് സ്പീഡ് വരുന്നത്. വണ്ടിക്കകമൊക്കെ കൊള്ളാം. നല്ല വൃത്തി എന്ന് പറയാതെ ആകെ 3,900 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിൻ്റെ വൃത്തി അതിനെ കാണാനുണ്ട്. ഇതെന്തായിരിക്കും ഇത്രയും കിലോമീറ്ററിൽ ഇത് കൊടുത്തത്? അല്ല, അവര് കൊടുക്കുന്നു. അവര് ഒരു ഇലക്ട്രിക്കലോട്ട് മാറാൻ വേണ്ടിയിട്ട് അവരത് കൊടുക്കുന്നു. ഷീടാ, എന്നാ പിന്നെ ആദ്യം അങ്ങ് എടുത്താൽ പോരെ, ഇത് ഓടി തെളിയുന്നതിന്. അതെ, അവര് ഇലക്ട്രിക്കാണ് താല്പര്യം. ഇത് മൈലേജ് എന്താ വേണം? മൈലേജൊക്കെ ഒരു 14-15 ആ റേഞ്ചിൽ ഉണ്ടാവും. അതെ, പെട്രോൾ അല്ലേ ഇത്? പെട്രോളാണ്. എസ് ആണ് വേരിയന്റ്. എത്ര ചോദ്യം? ഇത് വരുന്നത് 15 നമ്മൾ ചോദിക്കുന്നത്, നെഗോഷ്യബിൾ ആണ്. ഈ വണ്ടി ഈ മോഡലാണ്. ഈ വണ്ടി ഇറങ്ങിയപ്പം എത്ര ഉണ്ടായിരിക്കും? ഈ വണ്ടി ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് ഏകദേശം 17 ലക്ഷം രൂപ അടുപ്പിച്ച് വില ഉണ്ടാവും. 17 ഉണ്ട്. ഇതിപ്പോൾ പുതിയ വണ്ടിയുടെ പ്രൈസ് നമുക്ക് ചോദിച്ചാലും കുറ്റം പറയാൻ പറ്റത്തില്ല. അത്രേ ഓടിയിട്ടുള്ളൂ. അതിനേക്കാളും വീണ്ടും 1.5 ലക്ഷം രൂപ കുറച്ചാണ് കിട്ടുന്നത്. അതെ, എല്ലാ വാറണ്ടി കാര്യങ്ങളിലും തന്നെ നിൽക്കുന്ന വണ്ടിയാണ്. ഇത് 2006 ഓട്ടോമാറ്റിക് സിവിക്ക് പെട്രോള്, സെക്കൻഡ് ഓണറാണ്. റീപ്ലേസുകളൊന്നുമില്ല. വണ്ടി രജിസ്റ്റേർഡ് ആണ്. കേരളത്തിലോട്ട് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ചെയ്തു 2009 ഇവിടെ ചെയ്തതാണ്. ഓട്ടോമാറ്റിക് പാഡൽ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. AC 4 door പവർ വിൻഡോ, 4 സ്റ്റിയറിംഗ് എല്ലാം വരും. കിലോമീറ്റർ ഒക്കെ ജെനുവിനാണോ? കിലോമീറ്റർ 70-77 എന്തോ ആയിട്ടുണ്ട്. ജെനുവിനാണോ? ഹിസ്റ്ററി നമ്മുടെ കയ്യിൽ ഇല്ല, ചെക്ക് ചെയ്തിട്ടെടുക്കാം. അതെ, നല്ല സ്പേഷ്യസ് ആണ്. വണ്ടി കാണാനും കൊള്ളാം, നല്ല വൃത്തിയാണ്. അതെ, അപ്പോൾ ഇൻഷുറൻസും കൂടി എടുത്ത് നമ്മൾ പേര് മാറി കൊടുക്കും. ടയേഴ്സൊക്കെ ആവറേജ് ഉണ്ട്.
അലോയ് വീൽസ് റീപ്ലേസുകളൊന്നുമില്ല, എല്ലാം സ്റ്റോക്ക് ഗ്ലാസ്സുകൾ തന്നെയാണ് കിടക്കുന്നത്. അതെ. എത്ര ചോദ്യം? ഇത് നമ്മൾ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കും. 190 നമ്മൾ ചോദിക്കുന്ന വില. 190. അതെ, അതിൽ പുതിയൊരു ഇൻഷുറൻസും കൂടി എടുക്കുന്നുണ്ട്. ഇതിനിപ്പം മൈലേജ് എന്താണ്? ഒരു 10+, 10-11 ആ ഒരു റേഞ്ചിൽ മൈലേജ് ഉണ്ട്. അതെ, 1.8 ആണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പെട്രോളാണ്, ഹോണ്ടയുടെ എഞ്ചിനാണ്, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് 2017 ഡിസയർ VXi ആണ്. സിംഗിൾ ഓണറാണ്. 4 ടയേഴ്സ് ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. റീപ്ലേസുകളൊന്നുമില്ല. ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം നീറ്റാണ്. സിംഗിൾ ഓണറാണ്. മാനുവൽ അല്ലേ? മാനുവലാണ്. റീപ്ലേസ്മെൻറ്റില്ല. ഫോർഡോ പവറിൻ്റെ വണ്ടിക്ക് 1 കിലോ 1.15 അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഡീസൽ പെട്രോളാണ്. ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. അതെ, ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട്. സിറ്റിയിൽ ഓടുന്ന വണ്ടിയാണ്ട് ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. അത് നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. എത്ര ചോദ്യം? നമ്മൾ ചോദിക്കുന്നത് 5.5 5.5. ഇത് ഞാൻ ചോദിക്കുന്നുണ്ടോ? ഇത് വില കൂടുതലല്ലേ ചോദിച്ചത്? നമ്മൾ ചെയ്ത് കൊടുക്കും, വരട്ടെ. എന്തായാലും 5.5 കൂടി പോയെന്ന് എനിക്കൊരു തോന്നല്. നമുക്ക് നോക്കാം. ടയേഴ്സ് കാര്യങ്ങൾ, ടയേഴ്സ് എല്ലാം നല്ല ടയേഴ്സ് നല്ല ടയേഴ്സാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ചെറിയ 1-2 സ്ക്രാച്ചുകളുണ്ട്, അത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഓക്കെ. ഇത് 2009 ടാറ്റ ഇൻഡിക്ക ക്വാർട്ടർ ജെറ്റാണ്. പേപ്പറെല്ലാം ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ടെസ്റ്റെല്ലാം കഴിഞ്ഞതാണ്. 4th ഓണർ വണ്ടിയാണ്. ആ ടയർ 2 ടയർ കൊള്ളാം, 2 ടയർ മോശമാണ്. 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് വരും. 4th ഓണറാണ് ഇപ്പോൾ നിലവിൽ. ഓക്കെ. AC ഒക്കെ പക്കയല്ലേ? AC ഒക്കെ ഓക്കെയാണ്, വർക്കിംഗ് ആണ്. ഹൈ കൂളിംഗ് ഇല്ല, എന്നാലും കുഴപ്പമില്ല, ആവറേജ്. പിന്നെ സെപ്പറേറ്റ് അലോയ്സ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ. മൈലേജ് ഉണ്ട് കേട്ടോ. ഒരു 18-19 മൈലേജ് കിലോമീറ്റർ ഓടും. നല്ല പുള്ളിങ്ങുമാണ്, നല്ല വലിയമാണ് വണ്ടി. എന്തോ ഓടിയിട്ടുണ്ട്? 98,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2000 കൂടി കഴിയുമ്പോൾ 1,00,000 കിലോമീറ്റർ ആവും. ടൈമിംഗ് ചെയ്യേണ്ട പരിപാടിക്കുള്ള കാശ് അടുപ്പിച്ചൊക്കെ വരും. പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുക എന്നുള്ളേ ഉള്ളൂ. എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന വില 90. 2000 കിലോമീറ്റർ കഴിഞ്ഞാൽ ടൈമിംഗ് ചെയ്യേണ്ട ഇത് മാറേണ്ടി വരുമ്പം ആ റേറ്റ് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, കുറയ്ക്കാം. അതിലുള്ള എമൗണ്ട് ചെറിയ വിലയ്ക്കുള്ള വണ്ടികളാണ്. ഇത് റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസുകളൊന്നുമില്ല, എല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ കിടക്കുന്ന സാധനമാണ്. ഇത് 2013 ഫോർഡ് ഫിഗോ. നിലവിൽ 2nd ഓണറാണ്. 92,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസുകളൊന്നുമില്ല. ടയേഴ്സ് എല്ലാം നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. ഫുൾ കോർ ഇൻഷുറൻസ് ഉണ്ട്. അടുത്ത വർഷം ജൂൺ വരെ ഇൻഷുറൻസ് ഉണ്ട്. AC 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണ്. റീപ്ലേസുകളൊന്നുമില്ല. ചെറിയ സ്ക്രാച്ചസ് ആ ബമ്പറിലുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 1.55 നമ്മൾ നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഒരുപാടല്ല, എന്തെങ്കിലും കുറച്ച് കൊടുക്കും. ഈ ടയർ മോശമാണല്ലോ? ഈ ടയർ സ്റ്റെപ്പിൻ്റെ ടയർ പുതിയതാണ്, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അത് ഒരു ടയർ എടുക്കണം, ബാക്കി എല്ലാ ടയറും കൊള്ളാം. അതെ, വേറെ ഒന്നുമില്ല. AC എല്ലാം പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. എഞ്ചിനൊക്കെ ഓക്കെയാണ്. ലീക്കും കാര്യങ്ങളൊന്നുമില്ല. നല്ല പുള്ളിങ് കാര്യങ്ങളുള്ള വണ്ടിയാണ്. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നല്ല മൈലേജുമാണ്. ഈ ടയറും ആ ടയറും മാറണ്ട. ഒരു ടയർ പുതിയത് ഇരിപ്പുണ്ട്. ഒരു ടയർ പൊട്ടിപ്പോയിട്ട് പഴയ ടയർ ഇട്ട് ഓടുന്നതേ ഉള്ളൂ. ഒരു ടയർ പുതിയ എടുക്കണം. എങ്കിൽ 4 ടയറും പുതിയതാവും. 1.5 ചോദിക്കുന്നു. അതെ, 1.55. 1,55,000 ചോദ്യം. എത്ര ഓടി? 92. കമ്പനി സർവീസ്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. വില കുറഞ്ഞ വണ്ടികൾ ഒരു ടാറ്റ, ഒരു സാൻഡ്രോ, ഒരു ബീറ്റ്, ഇത് 3ഉം വില കുറഞ്ഞ വണ്ടികളായിരുന്നു. ബാക്കിയുള്ള എല്ലാം മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ എടുക്കാവുന്ന നല്ല നല്ല വണ്ടികളും. അപ്പം നിങ്ങൾക്ക് ഈ കാണിച്ച വണ്ടികളെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം വണ്ടികളിൽ വേറെ അപാകതകളോ കാര്യങ്ങളൊന്നുമില്ല, ഇടിയില്ല, ചതയില്ല, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അപ്പോൾ വണ്ടികളെല്ലാം ക്വാളിറ്റിയുള്ള വണ്ടികളായിരുന്നു. മിതമായ റേറ്റിനുള്ള വണ്ടികളുമുണ്ട്, എന്നാൽ കുറച്ച് മോഡലിനനുസരിച്ചുള്ള വിലയുള്ള വിലകളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സ്വിഫ്റ്റ് ഡിസയർ മാത്രമേ ഉള്ളൂ ഇത്തിരി വില കൂടിപ്പോയെന്ന് എനിക്ക് തോന്നിയത്. അല്ല, ബാക്കിയുള്ള വണ്ടികളൊക്കെ ഒരുവിധം മാന്യമായ വില തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ട വണ്ടികളെല്ലാം ഉപകാരപ്പെട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുമ്പോൾ